Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ തയ്യൽക്കൂലിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ 2-3 വീഡിയോസ് തയ്യൽക്കൂലിയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ തയ്യൽക്കൂലി, പിന്നെ അതേപോലെ സിറ്റി ഏരിയാസിലുള്ള തയ്യൽക്കൂലിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവോ, ഒരുപാട് ഉപകാരമായിരിക്കുമെന്ന് കുറേ പേര് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റേറ്റ് കൂടുതലാണ്, ചിലർ റേറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 2025 തയ്യൽക്കൂലി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി കൂട്ടുന്നുണ്ടെങ്കിൽ കൂട്ടിയത് ഏതൊക്കെയാണ്, മാറ്റമില്ലാത്ത ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഓരോ ഏരിയാസിലും ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ വില്ലേജ് ഏരിയാസിലും സിറ്റി ഏരിയാസിലും ഒരേപോലെ ആയിരിക്കില്ല റേറ്റ് വരുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ ഒരു റേറ്റ് തന്നെ കിട്ടുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ വില്ലേജ് ഏരിയാസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും സിറ്റിയിൽ കുറച്ചും കൂടെ എന്നല്ല, കുറച്ചധികം എമൗണ്ട് കൂടുതലായിട്ടാണ് സാധാരണ എല്ലാവരും വാങ്ങിക്കാറുള്ളത്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്രാമപ്രദേശങ്ങളിൽ തയ്ക്കുന്ന ആൾക്കാർ കുറവ് എമൗണ്ടാണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. അവർക്ക് അവിടെ അത്രേ കിട്ടുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ചോദിക്കുന്ന സമയത്ത് ആ ഒരു പറയുന്ന റേറ്റ് തന്നെ കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൽ കൂടുതൽ അവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം ബ്ലൗസിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണ ഒരു ബ്ലൗസിൻ്റെയാണ് കേട്ടോ പറയുന്നത്. നോർമൽ ബ്ലൗസ് വിത്തൗട്ട് ലൈനിങ് ആണ് 600 രൂപയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന റേറ്റ് എല്ലാം സിറ്റി ഏരിയാസിൽ വാങ്ങിക്കുന്ന റേറ്റാണ്. വില്ലേജ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒരുപാട് നീണ്ടു പോകും വീഡിയോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്ഥലമാണ്, എങ്ങനെയുള്ള സ്ഥലമാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതിയല്ലോ. ഞാനിപ്പോൾ പറയുന്നത് സിറ്റി ഏരിയാസിൻ്റെയാണ്. വില്ലേജ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. 2025 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് സിറ്റി ആയിരുന്നു ആദ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെയാണ് നമ്മൾ പറയുന്നത്. വിത്തൗട്ട് ലൈനിങ് 600 രൂപയാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ബ്ലൗസിന് 600 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിനെന്തെങ്കിലും എക്സ്ട്രാ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അരി വർക്ക് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല കേട്ടോ പറയുന്നത്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞതിൽ ഏറ്റവും കൂടി നിൽക്കുന്ന വാല്യൂ, അതായത് ഏറ്റവും കൂടുതൽ ആരാണ് വാങ്ങിക്കുന്നത് ആ ഒരു റേറ്റാണ് ഞാൻ പറയുന്നത്. കാരണം സിറ്റി ഏരിയാസിലും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല വരുന്നത്. അവിടെയും സ്ഥലങ്ങളനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടിയ വാല്യൂ ആണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇത്ര കൂടുതൽ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്ര കുറവ് വാങ്ങിക്കുന്നതെന്ന്. ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കൊടുക്കാറില്ല. ഇനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്ര കുറച്ചിട്ടൊന്നും ഞാൻ റേറ്റ് പറയാറുമില്ല. കാരണം നമ്മൾ ചെയ്യുന്നൊരു ജോലിയാണ്, നമുക്കത് ചെയ്യുന്ന നമ്മളുടെ കഴിവാണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് എന്തായാലും നമ്മൾ പറഞ്ഞ് വാങ്ങിക്കുക തന്നെ ചെയ്യണം. ആരും നമുക്ക് ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് കൊണ്ടുപോകാൻ തരില്ല. നമ്മളുടെ കഴിവാണ്, നമ്മളുടെ സമയമാണ്, നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് ചെയ്ത് അങ്ങനെ കിട്ടുന്നത് മാത്രം നമുക്ക് മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാണ്ട് അതിൽ കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല. നമ്മളുടെ കഴിവല്ലേ, അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് എന്തായാലും നമ്മൾ എമൗണ്ട് വാങ്ങിക്കുക തന്നെ ചെയ്യും. വെറുതെ ഒന്നും കിട്ടില്ലല്ലോ. സമയത്തിനല്ലേ ഏറ്റവും വില. നമ്മളത് വെച്ചിട്ടല്ലേ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് പറയാം. ബ്രൈഡൽ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ 2000 രൂപയാണ്. അതായത് ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 2000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഞാൻ എല്ലാത്തിൻ്റെയും പറയുന്നതാണ്. അതായത് നമ്മൾ അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഫിറ്റിങ്ങോ അല്ലെങ്കിൽ വർക്കൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ പാഡൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് റേറ്റ് എന്തായാലും വാങ്ങിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് 3 പീസ് നൈറ്റിയാണ് കേട്ടോ. 3 പീസ് നൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 190 എമൗണ്ട് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 200 രൂപയാണ് കേട്ടോ. 190 ആയിരുന്നു, അത് 200 ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാധാരണ ഒരു നൈറ്റി ഉണ്ടല്ലോ, നമ്മൾ ചുരിദാർ കട്ടിലൊക്കെ വരുന്ന ആ ഒരു നൈറ്റി ഉണ്ടല്ലോ, അതിന് 150 രൂപ ആയിരുന്നു. ഇപ്പോൾ 165 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നൈറ്റി വരുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് ഫ്രോക്ക് നൈറ്റി. ഫ്രോക്ക് നൈറ്റിക്ക് വില്ലേജ് ഏരിയാസിൽ വളരെ റേറ്റ് കുറവാണ്.
അവിടെ അത്രയ്ക്കും അതിന് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 130, 150 കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സിറ്റി ഏരിയാസിൽ 300 രൂപ വരെ ഫ്രോക്ക് നൈറ്റിക്ക് ചാർജ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. 300 രൂപ വരെ വാങ്ങിക്കുന്നവരുണ്ട്. അത് അത്യാവശ്യം അതിൽ കുറച്ച് വർക്കും അല്ലാണ്ട് കുറച്ച് ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഫീഡിങ് കുർത്തീസ് ആണെന്നുണ്ടെങ്കിലും അതിന് ഈ ഒരു റേറ്റ് തന്നെ വരും കേട്ടോ. 300 എബവ് ഫീഡിങ് കുർത്തിക്ക് വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ടൊരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ നോർമൽ ടോപ്പ് കുർത്തി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 900 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആ ഒരു റേറ്റ് വാങ്ങിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റ് തന്നെ പറയുന്നത്. കാരണം 900 രൂപ വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി സിഗരറ്റ് പാൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് എമൗണ്ട് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ പാൻറ്റ് ചെയ്യുന്ന ഓരോ പാൻറ്റിനൊക്കെ റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സിഗരറ്റിന് 1000 ആയിരുന്നു. അതേപോലെ തന്നെ പലാസോയ്ക്ക് 950 രൂപയാണ് കേട്ടോ വരുന്നത്. അംബർല പലാസോ ആണ്, അതൊരു 1000 ഒക്കെ ആവുന്നുണ്ട്. 900, 950, 1000 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് പട്ടുപാവാട സെറ്റാണ്. അതായത് പട്ടുപാവാടയും അതിൻ്റെ ആ ഒരു ടോപ്പും കൂടെയാണ്. അതിൻ്റെ ഒരു സെറ്റിന് വരുന്നത് 1100 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ സ്കേർട്ട് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അംബർലയിലും വരുന്നുണ്ട്, പ്ലീറ്റഡും വരുന്നുണ്ട്. അപ്പോൾ അംബർല ആണെന്നുണ്ടെങ്കിൽ 800 രൂപയാണ് കേട്ടോ വരുന്നത്, 800. അതേപോലെ തന്നെ പ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 700, 750, 800 വരെയൊക്കെ വരുന്നുണ്ട്. പ്രിൻസസ് കട്ടിനും റേറ്റ് കൂടിയിട്ടുണ്ട്. 1500 രൂപയാണ് പ്രിൻസസ് കട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ടിങ് 900 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് റേറ്റാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ പാൻറ്റിന് 1250 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഒരു സിമ്പിൾ ക്രോപ്പ് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് 1000 രൂപയാണ് റേറ്റ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പിനാണ് കേട്ടോ. പിന്നെ സാരി ഫോൾ വെക്കാൻ വേണ്ടിയിട്ട് 300 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് 290, 250 വാങ്ങിക്കുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് 300 രൂപയാണ്. കൈകൊണ്ട് നമ്മൾ ഹെമ്മൊക്കെ ചെയ്യണമല്ലോ. പിന്നെ പെറ്റിക്കോട്ടാണ്. പെറ്റിക്കോട്ടിൻ്റെ റേറ്റ് 290 രൂപയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അനാർക്കലി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് 1600 രൂപയാണ് സെറ്റിന് വരുന്നത്. ഒരു ഹാഫ് സർക്കിൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 900 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു ഡബിൾ സർക്കിൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1500 രൂപയാണ് റേറ്റ് വരുന്നത്. കഫ്താനാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് 950 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് 1500 രൂപ. സിമ്പിളായിട്ടുള്ള ഗൗൺ ആയിരിക്കും 1500 രൂപയ്ക്ക് ചെയ്തു തരുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ബൾക്കായിട്ട് ഓർഡർ കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് വീട്ടിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റൊന്നും അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് നൈറ്റിയുടെയൊക്കെ ഞാൻ 3 പീസൊക്കെ ചോദിച്ച സമയത്ത് അവർക്ക് 50 രൂപ, 60 രൂപയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് പവർ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇവർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവർക്ക് അത്യാവശ്യം സ്പീഡിൽ കുറച്ചധികം ഓർഡേഴ്സൊക്കെ ഒരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് അത്രയും ഈ പറയുന്ന റേറ്റൊന്നും അവർക്ക് കിട്ടത്തില്ല. അവർക്ക് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കിട്ടുക. കാരണം അവർക്ക് ഡെയിലി വർക്ക് ഉണ്ടാവും, മനസ്സിലായില്ലേ? ഡെയിലി അവർക്ക് വർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്ര റേറ്റ് കുറച്ചിട്ടായിരിക്കും. പക്ഷേ അതിലവർക്ക് നഷ്ടം ഉണ്ടാവില്ല. കാരണം നമുക്ക് ഈ മാസത്തിലോ ആഴ്ചയിലോ ഇതേപോലൊരു ഓർഡർ കിട്ടുന്നത് പോലെയല്ല, അവർക്ക് ഡെയിലി വർക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന റേറ്റൊന്നും അങ്ങനെ ബൾക്കി ഓർഡർ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതല്ല കേട്ടോ. ഇതെന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഹോൾസെയിലായിട്ട്. അപ്പോൾ ഞാൻ എന്ത് റേറ്റ് അവരോട് പറയും? ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കണ്ട റേറ്റ് പറയാമോ എന്ന്. നിങ്ങൾ ഒരിക്കലും ആ റേറ്റ് പറയരുത്, കാരണം നിങ്ങൾക്കത് കിട്ടില്ല. ആ ഒരു റേറ്റിൽ ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ബൾക്കി ഓർഡർ എടുക്കുന്നവരൊന്നും തരത്തില്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് ലെഹങ്കയുടെയാണ്. സ്റ്റാർട്ടിങ് 5000 രൂപയാണ് ലെഹങ്കയ്ക്ക് വരുന്നത്. ഷരാരയാണെന്നുണ്ടെങ്കിൽ 2100 രൂപയാണ് റേറ്റ് വരുന്നത്. ഗരാരയ്ക്ക് 2100, 2200 റേറ്റൊക്കെയാണ് വരുന്നത്. ജംപ് സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് 2000 രൂപയാണ് വരുന്നത്. ചുരിദാർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 1500 മുതലാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റൊക്കെ സിറ്റി ഏരിയാസ്, അതായത് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വാങ്ങിക്കുന്ന കൂടിയ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ റേറ്റ് വരെയാണ് ആൾക്കാരിപ്പോൾ വാങ്ങിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിൽ കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ എത്രയാണ് റേറ്റ് എന്ന് നിങ്ങൾ സ്ഥലവും കൂടെ പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ആൾക്കാർക്കും കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. പിന്നെ 2025 വില്ലേജ് ഏരിയാസിൽ റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് സായ ഡിസൈൻസ് എന്ന് തന്നെയാണ്, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.